എബ്രഹാം കരാർ, എബ്രഹാം അക്കോർഡ് എന്നത് എബ്രഹാം കരാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സമാധാന സഹകരണ കരാറുകളുടെ കൂട്ടായ്മയാണ്. 2020 ഇസ്രായേലും ചില അറബ് രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗിക ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഇത് സഹായിച്ചു. ഈ കരാർ ഉണ്ടാക്കിയത് ആരാണ്? ഈ കരാർ രൂപപ്പെടുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ഡൊണാൾഡ് ട്രംപ് നയിച്ച അമേരിക്കൻ ഭരണകൂടം, ബെഞ്ചമിൻ നെതന്യാഹു, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നേതാക്കൾ, പിന്നീട് ബഹ്റൈൻ, മോസ്കോ, സുഡാൻ എന്നിവരും ചേർന്നു. 2020 സെപ്റ്റംബർ 15 അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ ഔദ്യോഗികമായി ഒപ്പുവെച്ചു. എബ്രഹാം എന്ന പേര് എന്തുകൊണ്ട് വന്നു എന്ന് വെച്ചാൽ, എബ്രഹാം എന്ന പേര് യഹൂദന്മാർക്കും മുസ്ലിമീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പൊതുവായി ആദരിക്കപ്പെടുന്ന ഒരു പ്രവാചകനായ ഇബ്രാഹിം നബി എബ്രഹാം നിന്നാണ് എടുത്തത്. അതുകൊണ്ട് മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി ഈ പേര് ഉപയോഗിച്ചു. പ്രധാന നിബന്ധനകൾ എന്തൊക്കെയാണ്? ഈ കരാറിൽ പ്രധാന ഭാഗങ്ങൾ: ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ ചില അറബ് രാജ്യങ്ങൾ ആദ്യമായി ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. എംബസികൾ തുറക്കാൻ, രാജ്യങ്ങൾ തമ്മിൽ എംബസികളും കോൺസുലേറ്റുകളും സ്ഥാപിക്കുക, വ്യാപാരവും നിക്ഷേപവും, വ്യാപാരം, ടൂറിസം, ടെക്നോളജി, ബാങ്കിംഗ് തുടങ്ങിയ മേഖലകളിൽ സഹകരണം, വിമാന സർവീസുകൾ, രാജ്യങ്ങൾക്കിടയിൽ നേരിട്ട് വിമാന സർവീസുകൾ ആരംഭിക്കൽ, സുരക്ഷാ സഹകരണം, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സുരക്ഷയ്ക്കും സഹകരണം, ശാസ്ത്രം, സാങ്കേതിക സഹകരണം, ആരോഗ്യം, AI, കാർഷിക, ജലസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ചേർന്ന് പ്രവർത്തിക്കൽ. വിമർശനങ്ങൾ: ചിലർ ഈ കരാറിനെ സ്വാഗതം ചെയ്തപ്പോൾ മറ്റു ചിലർ വിമർശിച്ചു. ഫലസ്തീൻ്റെ അനുകൂലികൾ പറഞ്ഞത്, ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചു എന്നായിരുന്നു. പിന്തുണക്കുന്നവർ പറഞ്ഞത്, മിഡിൽ ഈസ്റ്റിൽ സമാധാനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് സഹായിക്കും. എബ്രഹാം കരാറിൻ്റെ പശ്ചാത്തലം: ഇസ്രായേൽ 1948 രൂപീകരിച്ചതിന് ശേഷം പല അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെ അംഗീകരിച്ചിരുന്നില്ല. അതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ നിരവധി യുദ്ധങ്ങൾ നടന്നു. പ്രധാന യുദ്ധങ്ങൾ: അറബ് ഇസ്രായേൽ വാർ, 6 ഡേ വാർ, യോം കിപ്പൂർ വാർ. പല അറബ് രാജ്യങ്ങളും പലസ്തീൻ ജനതയെ പിന്തുണച്ചതിനാൽ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. പലസ്തീൻ വിഷയവുമായി ഇതിൻ്റെ ബന്ധം: പലസ്തീൻ ജനങ്ങൾ സ്വതന്ത്ര രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അവരുടെ പ്രധാന പ്രശ്നങ്ങൾ: ഭൂമി സംബന്ധമായ തർക്കം, ജെറൂസലേമിൻ്റെ നിയന്ത്രണം, അഭയാർത്ഥി പ്രശ്നം, ഇസ്രായേൽ കുടിയേറ്റങ്ങൾ. പഴയ അറബ് നയം: പലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ ഇസ്രായേലുമായി ബന്ധമില്ല. എന്നാൽ എബ്രഹാം കരാറിലൂടെ ചില രാജ്യങ്ങൾ ആ നിലപാട് മാറ്റി. ഏതെല്ലാം രാജ്യങ്ങളാണ് ആദ്യമായി ചേർന്നത് എന്ന് വെച്ചാൽ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റൈൻ, പിന്നീട് 3 സുഡാൻ, 4 മെക്സിക്കോ. ഇവയെല്ലാം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്നു. ഈ കരാറിൻ്റെ ഗുണങ്ങൾ: സാമ്പത്തിക വളർച്ച, വ്യാപാരം വർദ്ധിപ്പിച്ചു, ടൂറിസം വളർന്നു, നിക്ഷേപങ്ങൾ വർദ്ധിച്ചു. 2 ടെക്നോളജി സഹകരണം: ഇസ്രായേൽ ടെക്നോളജിയിൽ മുന്നിലാണ്. AI, കാർഷികം, ജലസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ സഹകരണമുണ്ടായി. 3 സുരക്ഷ: ഇറാൻ പോലുള്ള പ്രാദേശിക ഭീഷണികളെ നേരിടാൻ ചില രാജ്യങ്ങൾ തമ്മിൽ അടുപ്പം വർദ്ധിപ്പിച്ചു. വിമർശനങ്ങളും ദോഷങ്ങളും ഇതുകൊണ്ടുണ്ടായത്: ഫലസ്തീൻ പ്രശ്നം പിന്നിലായി. പലരും കരുതിയത് അറബ് രാജ്യങ്ങൾ ഫലസ്തീൻ ജനതയെ ഉപേക്ഷിച്ചു. ജനങ്ങളുടെ എതിർപ്പ്: ചില അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്നത് അംഗീകരിച്ചില്ല. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ: ചിലർ പറയുന്നത് ഇത് സമാധാനത്തിനേക്കാൾ രാഷ്ട്രീയ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ലളിതമായി പറഞ്ഞാൽ, എബ്രഹാം കരാർ അറബ് രാജ്യങ്ങൾ ഇസ്രായേലും തമ്മിലുള്ള പുതിയ സൗഹൃദ സഹകരണ കരാറായിരുന്നു. ഇത് സമാധാനത്തിനുള്ള വലിയ മാറ്റം എന്ന് ചിലർ പറഞ്ഞു. ഫലസ്തീൻ വിഷയത്തിൽ ദുർബലമാക്കി എന്ന് മറ്റു ചിലർ പറഞ്ഞു. അതുകൊണ്ട് ഇത് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കരാറുകളിൽ ഒന്നായി മാറി.